ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ജാക്കറ്റ് കുർത്തി കട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഫ്രണ്ട് പാർട്ട് എടുക്കുക, ലൈനിങ് ഇങ്ങനെ വിരിച്ചിടുക. അതിന് പുറത്തേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇടുക. നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. വേണമെങ്കിൽ നമുക്ക് ഒരു വരി കുത്തി വെക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഹാഫ് ഇഞ്ച് വിട്ട് ഹാഫ് ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം, നെക്ക് മാത്രം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ടിയിട്ട് കൊടുക്കാം. അത് നമുക്ക് തിരിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സ്റ്റിച്ചിൽ കൊള്ളരുത്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഈ ലൈനിങ്ങിൻ്റെ വശത്തേക്ക് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ അരികിൽ കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കാം. ലൈനിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിത് അപ്പുറത്തേക്ക് തിരിച്ചിടണം. അപ്പോൾ ഇങ്ങനെ തിരിച്ചിടുക. അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കണം. അപ്പോൾ നമ്മൾക്ക് ഈ ലൈനിങ് പുറത്ത് കൂടെ കാണരുത്. ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ലൈനിങ് ഇതിൽ പതിച്ചടിച്ചാൽ മതി. അപ്പോഴേക്കും ഫ്രണ്ട് പാർട്ട് കഴിയും. ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ലൈനിങ് എക്സസ് ആയിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ കറക്റ്റായിട്ടല്ലല്ലോ ലൈനിങ് കട്ട് ചെയ്തത്. ലൈനിങ് ഇച്ചിരി കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നത്. കട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ അടിഭാഗം അടിച്ചെടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്ക് പാർട്ട് നമുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇത് മാറ്റിയിടാം. നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് എടുത്തിട്ട് ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാഫ് ഇഞ്ച് വീതിക്ക് നമുക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്ത പോലെ തന്നെ സെയിം. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ പുറത്ത് കൂടി മറിച്ചിട്ടിട്ട് ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ തയ്യൽ തുമ്പുകൾ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വെക്കണം. എന്നിട്ട് ലൈനിങ്ങിൽ കൂടെ നമ്മൾ പ്രസ് ചെയ്ത് അടിക്കുന്നു. ഇനി നമ്മൾക്ക് ഇങ്ങനെ തിരിച്ചിടുക. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇത് പതിച്ചടിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കുക. ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വിരിച്ച് വെക്കുക. കറക്റ്റായിട്ട് ബാക്ക് പാർട്ട് നമ്മൾ അടിച്ചിട്ടില്ലല്ലോ. ആ ബാക്ക് പാർട്ട് ഇങ്ങനെ നേരെ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ മെയിൻ ഫാബ്രിക്കിൽ ഇങ്ങനെ നേരെ വെക്കണം. വെച്ചതിന് ശേഷം ഈ ലൈനിങ് ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് വെക്കണം. വെച്ചതിന് ശേഷം ഇപ്പുറത്തേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം. സെയിം രീതിയിൽ തന്നെ അപ്പുറത്തും സ്റ്റിച്ച് ചെയ്യണം. ഇതിങ്ങനെ വിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇപ്പുറത്തേക്ക് വെക്കണം. അതിനുശേഷം നമ്മൾ ഇത് മൂന്നും കൂടി ഇങ്ങനെ നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. 2 സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ വിതർത്തി എടുക്കുമ്പോൾ ഇതുണ്ട്, ലൈനിങ്ങൊക്കെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ അകത്ത് പോയിട്ട് ഇത് നേരെ ജോയിൻ ചെയ്തായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കി എല്ലാം കൂടി ലൈനിങ് എല്ലാം കൂടി
നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കഴുത്ത് ഇങ്ങോട്ട് വെച്ച് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുവഴി വന്നിട്ട് നമുക്ക് ലൈനിങ് ഒക്കെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി അപ്പുറത്തെ വശത്തും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ലൈനിങ്ങുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. അതിനായിട്ട് ഇത് ഞാൻ വലിയ കൈയായിരുന്നു വെട്ടിയിരുന്നത്, അത് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ, ചെറിയ കൈയാക്കിയിട്ടുണ്ട്. നമുക്കിത് താഴെ മടക്കി അടിക്കാം. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. സെൻറ്ററിൽ നിന്ന് തുടങ്ങണം. കൈ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. എന്നിട്ട് ബാലൻസ് ഉള്ള ഇപ്പുറത്തുനിന്ന് കട്ട് ചെയ്ത് കളയാം. സെയിം രീതിയിൽ തന്നെ നമുക്ക് അപ്പുറത്തെ കൈയും സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ട് വരാവേ. അപ്പോൾ നമ്മൾ സ്ലീവ്സ് രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. നേരത്തെ വരച്ചിട്ട പോലെ ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് സ്ലിറ്റ് ചെയ്യാം. അതിനായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കുക. എന്നിട്ട് ഇവിടെ വന്ന് കുത്തി നിർത്തണം. എന്നിട്ട് കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് ചരിച്ചെടുക്കുക. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അപ്പോൾ സ്ലിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സ്ലിറ്റ് നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാവേ. അപ്പോൾ സ്ലിറ്റ് രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ മടക്കി അടിക്കാം. ഒന്ന് മടക്കിയിട്ട് വീണ്ടും ചെറുതായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ ബാക്ക് പാർട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ബാക്ക് നമ്മൾ കട്ട് ചെയ്യണം. അത് നമ്മൾ ഇവിടെ ഒരു 3 ഇഞ്ച്, അപ്പോൾ 2.25 ഇഞ്ച് ഇതിൽ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ച് കിട്ടിക്കോളും. അപ്പോൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് അല്ല 2.5 ഇഞ്ച് മതി. അല്ല വേണ്ട, 2 ഇഞ്ച് മതി. 2 ഇഞ്ച് ഇവിടെ ഒരു 2 ഇഞ്ച് മതി. ഇവിടെ ഒരു റൗണ്ട് വരക്കുക. കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിനെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് ഇതിൻ്റെ നല്ല വശം, ഇത് നല്ല വശമാണ്. നല്ല വശത്തേക്ക് നമ്മൾ ഇതിങ്ങനെ ക്രോസ് പീസ്, ഞാൻ നെറ്റിൻ്റെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക ക്രോസ് പീസ്. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. കഴുത്തിൽ വെച്ച് തിരിച്ചിടുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ. അതിനുശേഷം പതിച്ചടിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ മറിച്ചടിക്കണം. അതിന് മുമ്പായിട്ട് ഇങ്ങനെ മറിച്ചടിക്കും. അതിന് മുമ്പായിട്ട് ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ എടുത്തിട്ട് 1.5 3 വേണം, 3. അപ്പം നമ്മൾ മടക്കി അടിക്കണമല്ലോ. അപ്പോൾ 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് 3 ഇഞ്ച്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ട് വെക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇത് രണ്ടിനും കൂടി ഒരു നോച്ചിടുക. നോച്ചിട്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റും കറക്റ്റായിട്ട്.
അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടി മടക്കി അടിക്കുക. ഇങ്ങനെ അറ്റം വരെ ഒരു വശം ഞാൻ അടിച്ചു. ഇനി അടുത്ത ഈ ഒരു വശം കൂടി ഇതേപോലെ വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ ആകെ പണിയാവും. രണ്ട് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കുമായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. ഇതിങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇപ്പുറത്തോട്ട് വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുവാണ്. 2 സ്റ്റിച്ച് കൊടുക്കണം. ഈ സെയിം രീതിയിൽ തന്നെ അപ്പുറത്തും സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യണം. 2 സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബാക്ക് നെക്ക് ഇങ്ങനെ പതിച്ചടിക്കാം. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത്. നമുക്ക് സ്ലീവ്സ് എടുക്കാം. നമുക്ക് സ്ലീവ് നടുക്കുന്നാണ് തുടങ്ങേണ്ടത്. നമുക്കപ്പോൾ സ്ലീവ് പിടിപ്പിക്കാം. വീണ്ടും നടുക്കുന്ന അപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചു പോവുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. കൈ നമ്മൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം. ഇതേ സെയിം രീതിയിൽ തന്നെ അപ്പുറത്തെ സ്ലീവും പിടിപ്പിച്ചിട്ട് വരാവേ. അപ്പോൾ ഞാൻ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഷേപ്പ് ചെയ്യാം. ഞാനൊരു ചരട് കെട്ടാനായിട്ട് ഇവിടെ ഒരു ചരട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാക്കറ്റ് കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കൊക്കെ തരാൻ മറക്കല്ലേ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. Thank you for watching.